ഹായ് ഫ്രണ്ട്സ്, എഗെയിൻ ഐ എം ബാക്ക് വിത്ത് ഹാഫ് എ ഡേ അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ ഹാഫ് എ ഡേയുടെ ആക്ടിവിറ്റി 2 നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ദ ഫോളോയിങ് ടേബിൾ പ്രസൻസ് എ ഫ്യൂ സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു ദ സ്റ്റോറി ഹാഫ് എ ഡേ അല്ലേ. നമ്മുടെ ഈ സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ടേബിളിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലേ. Find reasons for each event stated in the table and write them the space provided അല്ലേ. ഒരു കാര്യത്തിന് എന്തുണ്ടാവും, നമുക്കൊരു അവസ്ഥ ഉണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാവും അല്ലേ. ഇപ്പം ആ കുട്ടിക്ക് ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടെന്ന് വിചാരിച്ചോ, അതിന് ആ കുട്ടിക്ക് ഒരു റീസൺ ഉണ്ടാവും അല്ലേ. ആ കുട്ടിക്ക് ഒരു ഹാപ്പിനെസ് വരികയാണെങ്കിൽ അതിനപ്പുറത്ത് എന്തുണ്ടാവും, ഒരു റീസൺ ഉണ്ടാവും അല്ലേ. ആ കുട്ടി ഫ്രസ്ട്രേറ്റഡ് ആവുകയാണെങ്കിൽ എന്തുണ്ടാവും, അതിനൊരു കാരണം അല്ലേ. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റും അതിനൊരു റീസണും ഉണ്ടാവും അല്ലേ. അതാണ് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു ടേബിളിൽ ഒരു ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ റീസണും നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ദ ഫസ്റ്റ് വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു അല്ലേ. ഫസ്റ്റ് എപ്പോഴും നമുക്ക് ഫസ്റ്റ് അവർ നമ്മളെ തന്ന് സഹായിക്കാറുണ്ടല്ലോ. സോ നമുക്ക് ഫസ്റ്റ് ഉണ്ട്, നമുക്ക് നോക്കാം, ആൻസർ നോക്കാം. സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദ റീസൺ കേട്ടോ. ഇത് സ്റ്റേറ്റ്മെന്റ് ആണ്, അതിൻ്റെ റീസൺ ആണ്. ദെൻ ഫസ്റ്റ് വൺ, ദ ബോയ് വാസ് reluctant ടു ഗോ ടു ദ സ്കൂൾ അല്ലേ. എന്താ ഈ റെലക്കൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മടിയില്ലേ, മടി, ഒരു താല്പര്യമില്ലായ്മ കേട്ടോ. സ്കൂളിലോട്ട് പോകാൻ കുട്ടിക്ക് താല്പര്യമില്ല. അതിൻ്റെ റീസൺ എന്താണ്, ഹി വാസ് അഫ്രേഡ് ഓഫ് ദാറ്റ് ഹി വുഡ് ബി പണിഷ്ഡ് അറ്റ് സ്കൂൾ. അവൻ പേടിക്കുന്നുണ്ട്, അവന് സ്കൂളിൽ നിന്നും പണിഷ്മെൻറ്റ് കിട്ടും, സ്കൂൾ ഒരു ശിക്ഷ തരുന്ന പ്ലേസാണ്, അവൻ അവിടെ നിന്ന് അടി കിട്ടും, അല്ലെങ്കിൽ അവൻ അവിടെ നിന്ന് ശിക്ഷ കിട്ടുമെന്ന് അവൻ പേടിക്കുന്നതുകൊണ്ടാണ് അവന് സ്കൂളിൽ പോകാൻ താല്പര്യമില്ലാത്തത്. ഓക്കെ. ദെൻ ഫാദർ വാണ്ടഡ് ഹിം ടു ഗോ ടു സ്കൂൾ. അച്ഛൻ അവന് സ്കൂളിൽ പോകണമെന്നുള്ളത് നിർബന്ധമാണ്. എന്തുകൊണ്ട്? ഫാദർ വാണ്ടഡ് ഹിം ടു ഗ്രോ അപ്പ് ആസ് എ യൂസ്ഫുൾ പേഴ്സൺ. ഏത് അച്ഛന്മാരായാലും സ്വന്തം മക്കൾ എന്താവണം, ഒരു നല്ല വ്യക്തിയായിട്ട് അല്ലേ, യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് കുട്ടി മാറണം അല്ലേ. യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തൻ്റെ മകൻ മാറണമെന്ന് ആ അച്ഛന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് അച്ഛൻ എന്ത് ചെയ്യുന്നത്, അച്ഛൻ്റെ കുട്ടിയെ സ്കൂളിലോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. ഓക്കെ. ഗ്രോൺ അപ്പ് പറഞ്ഞാൽ എന്താ, വളർന്നു വരിക, യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി. ഓക്കെ. ദെൻ സ്കൂൾ ബ്രോട്ട് ഹിം കണ്ടെന്റ്മെന്റ്. എന്താണ്, സ്കൂൾ അവൻ എന്ത് ചെയ്തു, ഒരു ചെറിയ സംതൃപ്തി കൊടുത്തു, ചെറിയ ആശ്വാസം കിട്ടി. എങ്ങനെ, ഹി സബ്മിറ്റഡ് ടു ദ ഫാക്ട്. അവൻ അവൻ്റെ ഫാക്ട് ഉൾക്കൊണ്ടു. ഇതാണ് ആ സത്യം, ഇവിടെ നിന്ന് നമുക്ക് ഇനി പുറത്തു പോകാൻ കഴിയില്ല, ഇതാണ് നമ്മുടെ ലോകം, ഇത് നമുക്ക് ലൈഫിലുള്ളതാണ് എന്നുള്ള ആ ഫാക്റ്റ് അവർ ഉൾക്കൊണ്ടപ്പോൾ അവൻ എന്ത് ചെയ്തു, ഒരു ചെറിയ സംതൃപ്തി കിട്ടി. ദ സ്കൂൾ പ്രൊവൈഡഡ് ഹിം വിത്ത് വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസ്. അതിൻ്റെ കൂടെ തന്നെ സ്കൂൾ എന്ത് ചെയ്തു, വെറൈറ്റി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലേ, ഗെയിം, പ്ലേയിങ്, സ്നേഹം, പഠനം, ലേണിങ്ങിൽ പല പല കാര്യങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ആക്ടിവിറ്റീസും പ്രൊവൈഡ് ചെയ്തപ്പോൾ അവൻ എന്ത് ചെയ്തു കിട്ടി, ഒരു ചെറിയ സംതൃപ്തി കിട്ടി. ദെൻ the school was not as sweet as he thought അല്ലേ. പക്ഷെ അവൻ പ്രതീക്ഷിച്ച അത്രത്തോളം ഒന്നും മധുരമുള്ളതല്ല സ്കൂൾ, അത്രയും ഒരു സ്വീറ്റ് അല്ല സ്കൂൾ എന്നാണ് പറയുന്നത്. കാരണം ഡെസ് ലാഡൻ വിൻസ് അല്ലേ, പൊടിക്കാറ്റുകൾ വരും പെട്ടെന്ന്. അൺഎക്സ്പെക്റ്റഡ് ആക്സിഡന്റ്, പ്രതീക്ഷിക്കാത്ത അപകടങ്ങൾ. ഹേറ്റഡ്, വെറുപ്പ്. ഫൈറ്റിംഗ് ആൻഡ് പണിഷ്മെന്റ് അല്ലേ, വെറുപ്പും അടിയും അതുപോലെ ശിക്ഷയും. ഇതല്ലേ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിനക്ക് ശിക്ഷയുണ്ട്, കുട്ടികൾ തമ്മിൽ ഫൈറ്റിങ്സ്, പ്രതീക്ഷിക്കാതെ അപകടങ്ങൾ ലൈഫിൽ വരിക, പ്രതീക്ഷിക്കാതെ പ്രശ്നങ്ങൾ കയറി വരിക, ഇതെല്ലാം ഉണ്ട് അല്ലേ. അപ്പം അതുകൊണ്ട് അവൻ പ്രതീക്ഷ അത്രത്തോളം സ്വീറ്റ് അല്ല. കാരണം എന്താണ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവന് സ്കൂളിൽ നിന്നും അനുഭവിക്കുന്നുണ്ട്. അപ്പം എന്താണ്, അത്രത്തോളം സ്വീറ്റ് അല്ല. ഓക്കെ. അപ്പം എന്താണ്, ഇവിടെ സ്റ്റേറ്റ്മെന്റും ഉണ്ട്, അതിനുള്ള റീസണും ഉണ്ട്. ഓക്കെ, ക്ലിയർ. ദെൻ ആക്ടിവിറ്റി 3, മെമ്മറി ലൈൻ അല്ലേ. മെമ്മറി ലൈൻ എന്നാണ് ഒരു ഓർമ്മിക്കാനുള്ള ഒരു ലൈൻ അല്ലേ. ചില സമയത്ത് നമ്മൾ ഫുൾ ചാപ്റ്റർ ഒന്നും വായിക്കാതെ മെമ്മറി ലൈൻ വായിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ആ ചാപ്റ്ററിനെ കുറിച്ച് പെട്ടെന്നൊരു ഒരു ഫുൾ അറിവ് കിട്ടും. ഓക്കെ. ഹാഫ് എ ഡേ ബ്യൂട്ടിഫുള്ളി ഇല്ലുസ്ട്രേറ്റ് ദ നരേറ്റേഴ്സ് ജേർണി ത്രൂ ടൈം അല്ലേ. അദ്ദേഹത്തിൻ്റെ നരേറ്ററുടെ ജീവിതത്തെ, യാത്രയുടെ ഒരു സമയത്തിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര ആയിരുന്നു അല്ലേ. ഓൺ ദ വേ ഹി എൻകൗണ്ടേഴ്സ് മെനി പീപ്പിൾസ് ആൻഡ് ഡൈവേഴ്സ് എക്സ്പീരിയൻസ് അണ്ടർഗോസ് എ പ്രൊഫൗണ്ട് ട്രാൻസ്ഫോർമേഷൻ അല്ലേ. അതിന് പുറമെ അദ്ദേഹം ഒരുപാട് ആളുകൾ, ഒരുപാട് എക്സ്പീരിയൻസ്, ഒരുപാട് കാര്യങ്ങളിലൂടെ അദ്ദേഹം ഒരുപാട് ചേഞ്ചസ് കൊണ്ട് അദ്ദേഹം കടന്നുപോയി. ദ ഫോളോയിങ് ഡയഗ്രാം depicts his journey to school as a child
child and he's returned as an elderly man. അല്ലേ? അദ്ദേഹം സ്കൂളിലോട്ട് പോയപ്പോൾ ഒരു ചെറിയ കുട്ടിയായിട്ട് തിരിച്ചു വന്നപ്പോൾ പ്രായമുള്ള ഒരാളായിട്ടുള്ളൊരു ജേണി നമുക്കിവിടെ കാണാൻ സാധിക്കും. Look at the diagram carefully and complete the account of the memory line suitably based on your reading of the story. You may make use of them. അല്ലേ? ഇനി ഇവിടെ നമുക്ക് ഇനി അങ്ങോട്ട് എന്തുണ്ട്, ഒരു മെമ്മറി ലൈൻ കാണുന്നുണ്ട്, ഡയഗ്രാം കാണുന്നുണ്ട്. അതിൽ ആ കുട്ടിയുടെ ലൈഫിലുണ്ടായിട്ടുള്ള ഇൻസിഡൻസും അവർ കണ്ടുമുട്ടിയിട്ടുള്ള കാര്യങ്ങളും ചെറിയ ചെറിയ സ്റ്റോറിയുമായിട്ട് ചെറിയ ചെറിയ ഇവൻസുകളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സ്വന്തമായിട്ട് ആഡ് ചെയ്യണം. നോക്കാം, നിങ്ങൾക്ക് കാണുന്ന പിക്ചറിൽ കാണുന്നത് ഫസ്റ്റ് നമുക്ക് ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എവിടുന്നാണ്? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതാണ് ഇങ്ങനെ ഇട്ടിട്ടുള്ളത് കേട്ടോ. ലീവിങ് ഹോം അല്ലേ? ഫസ്റ്റ് തന്നെ ആ കുട്ടി വീട്ടിൽ നിന്ന് പോരുകയാണ് അല്ലേ? അമ്മ നോക്കി നിൽക്കുമ്പോൾ വീട്ടിൽ നിന്ന് പോരുകയാണ്. ഇതിവിടെ നിങ്ങൾക്ക് അവർ തന്നിട്ടുണ്ട്. I walked with my father wearing new clothes. I was happy, but I had fears about going to school. അല്ലേ? പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് സ്കൂളിലോട്ട് പോകുന്നതിന് ഞാൻ ഹാപ്പിയാണ്, പക്ഷെ ഞാൻ ഫിയറുമാണ് അല്ലേ? മിക്സഡ് ഫീലിങ്സ് ആണ് അല്ലേ? ഇത് തന്നിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണ് മക്കളെ? ഇതാണ് എന്താണ്? വാക്കിംഗ് ടു സ്കൂൾ അല്ലേ? സ്കൂളിലോട്ട് പോകുമ്പോഴുള്ള ആ ഒരു കാര്യങ്ങൾ എന്തെങ്കിലും അല്ലേ? കാഴ്ചകൾ, മനോഹരമായ കാഴ്ചകൾ പറയുന്നുണ്ട് അല്ലേ? ആ ഗാർഡനുള്ള സ്ട്രീറ്റിനെ കുറിച്ചും ധാന്യങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള ആ പാഡി ഫീൽഡിനെ കുറിച്ചും കുറേ കാഴ്ചകൾ പറയുന്നു. അതാണ് ഇവിടെ എഴുതേണ്ടത്. ഇത് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് അടുത്ത സ്കൂൾ ഗേറ്റിലോട്ടാണ് അല്ലേ? എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാണ്? സ്കൂളിന്റെ ഗേറ്റ് തുറക്കുകയാണ് അല്ലേ? തുറക്കുമ്പോൾ അത് കുട്ടി കാണുന്ന കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് അല്ലേ? സ്കൂൾ ഗേറ്റ് തുറക്കുന്നതിന് മുമ്പ് ഹ്യൂജ് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നതെങ്കിലും തുറക്കുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള മുറ്റത്ത് നിറയെ കുട്ടികളൊക്കെ കാണുന്നുണ്ട് അല്ലേ? ദെൻ പിന്നെ കാണുന്നത് അടുത്ത കാഴ്ച എന്താണ്? ഇൻസൈഡ് ഒരു ക്യാമ്പസ്. ആ ക്യാമ്പസിൻ്റെ ഉള്ളിൽ എന്താ കാണുന്നത്? ബോയ്സും ഗേൾസും ഒക്കെയുള്ള നിറയെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത് അല്ലേ? ദെൻ അടുത്തത് എന്താണ്? ദ വുമൻസ് ഇൻസ്ട്രക്ഷൻ അല്ലേ? അപ്പോൾ ഇവരിങ്ങനെ കരച്ചിലും ബീച്ചിലും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഒരു വുമണും കുറച്ച് ആളുകളും കയറി വന്നിട്ട് അവർ കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ? ഇത് നിങ്ങളുടെ പുതിയ വീടാണ്, ഇവിടെ ടീച്ചേഴ്സ്, ഇവിടെ അച്ഛനും അമ്മമാരുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, റിച്ച് വെറൈറ്റി ആണെന്നൊക്കെ പറയുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ് ഇവിടെ കൊടുക്കേണ്ടത്. ദെൻ അതിനുശേഷം ഇങ്ങോട്ട് വന്നിട്ട് മേക്കിംഗ് ഫ്രണ്ട്സ് അല്ലേ? School had a variety of entertainment, made friends with boys and fell in love with girls അല്ലേ? വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഫ്രണ്ട്സ് ആയിട്ടുള്ള റിലേഷൻസ് ഉണ്ട്, ഗേൾസുമായിട്ടുള്ള ലവും, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ദെൻ റിയലൈസേഷൻ ഉണ്ട് അല്ലേ? എന്താണ് ഇവിടെ റിയലൈസേഷൻ വരിക? അത് മാത്രമല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള തിരിച്ചറിവ് വരുന്നുണ്ട് അല്ലേ? അവിടെ എന്തൊക്കെയുണ്ട്? അത് മാത്രമാണോ? അല്ല, പെട്ടെന്നുള്ള അപകടങ്ങളും പൊടിക്കാറ്റുകളും ഒരുപാട് പ്രോബ്ലംസും പണിഷ്മെൻറ്റുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അല്ലേ? മധുരം നിറഞ്ഞത് മാത്രമല്ല എന്നുള്ളൊരു തിരിച്ചറിവ് വരുന്നുണ്ട്. ദെൻ ലാസ്റ്റ് ആൻ എൽഡർലി മാൻ ക്രോസിങ് ദ റോഡ് അല്ലേ? ഒരു വയസ്സായ മനുഷ്യനായിട്ട് ഒരു കുട്ടിയുടെ ഹെൽപ്പോട് കൂടി, ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള മനുഷ്യൻ ഒരു കുട്ടിയുടെ ഹെൽപ്പോട് കൂടിയിട്ട് റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇതിന് ബാക്കി നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കൊടുക്കണം. നോക്കാം, ആൻസർ നോക്കാം. Verse 1, leaving home എന്താണ്? I walked with my father wearing new clothes. I was happy. I had fears about going to school. ഇത് നമുക്ക് ബുക്കിൽ തന്നിട്ടുണ്ട്. എന്താണ്? ഫസ്റ്റ് അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പോകുമ്പോൾ ഹാപ്പിയാണ്, പക്ഷേ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്കൂളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ചെറിയൊരു പേടിയുണ്ട്. ദെൻ വാക്കിംഗ് ടു സ്കൂൾ അടുത്തത് കേട്ടോ. We walked along the street line with the gardens and field on both sides അല്ലേ? രണ്ട് സൈഡിലും ഗാർഡൻസ്. നിങ്ങൾക്ക് വേർഡുകൾ ആഡ് ചെയ്യാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ. രണ്ട് സൈഡിലും പാടി ഫീൽഡുകളിലെ ക്രോപ്സ് ഉള്ളത്, ഹെന്ന ചെടി, ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും ഗാർഡനൊക്കെ ഉള്ള, രണ്ട് സൈഡിലും ഇങ്ങനെ ഫീൽഡൊക്കെ ഉള്ള മനോഹരമായിട്ടുള്ളൊരു വാക്കിംഗ് ടു സ്കൂൾ. ഓക്കെ, ദെൻ അടുത്ത സ്കൂൾ ഗേറ്റ്. ഐ കുഡ് സീ ദ കോർട്ട്യാർഡ് വാസ്റ്റ് ആൻഡ് ക്രാംഡ് ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് അല്ലേ? വളരെ വിശാലമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന, ബോയ്സും ഗേൾസും നിറഞ്ഞു നിൽക്കുന്ന ഒരു മുറ്റം. എന്താണ്? അതാണ് ആ കുട്ടി അതിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിച്ചപ്പോൾ കണ്ടത്. ദെൻ ഇൻസൈഡ് ദ ക്യാമ്പസ് അല്ലേ? ക്യാമ്പസിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ കണ്ടത്. ഫെൽറ്റ് ലൈക്ക് എ സ്ട്രേഞ്ചേഴ്സ് ഹു ലോസ്റ്റ് ഹിസ് വേസ്. എന്താണ് അവൻ അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ തോന്നിയത്? ഒരു അപരിചിതനായിട്ട് തോന്നി. എങ്ങനെ? വഴി നഷ്ടപ്പെട്ട അല്ലേ? വഴി തെറ്റിപ്പോയ ഒരു സ്ട്രേഞ്ചറെ പോലെയാണ് തോന്നിയത്. ക്ലിയർ?
ദെൻ ദ വുമൺസ് ഇൻസ്ട്രക്ഷൻസ് അല്ലേ, വുമണിൻ്റെ ഇൻസ്ട്രക്ഷൻ എന്തായിരുന്നു? ദിസ് ഈസ് യുവർ ന്യൂ ഹോം, ഹിയർ ടു ദർ ആർ മദേഴ്സ് ആൻഡ് ഫാദേഴ്സ്. പിന്നെയും ഉണ്ട് ഡയലോഗ്സ്, അപ്പോൾ എന്ത് ചെയ്യുക, അതും കൂടെ ആഡ് ചെയ്യാം. ഇത് നിങ്ങളുടെ പുതിയ വീടാണ്, ഇവിടെ നിങ്ങൾക്ക് അച്ഛന്മാരും അമ്മമാരും ഉണ്ടാവും, ഒരുപാട് സന്തോഷിക്കാനുണ്ടാവും, ഒരുപാട് അറിവുകളുണ്ടാവും എന്നൊക്കെ പറയുന്ന ഡയലോഗ്സ് ഉണ്ടല്ലോ, അതും കൂടെ ഇതിലോട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ദെൻ മേക്കിംഗ് ഫ്രണ്ട്സ്. സ്കൂൾ ഹാഡ് എ വെറൈറ്റി ഓഫ് എൻ്റർടൈൻമെൻറ്റ് അല്ലേ, വെറൈറ്റി ആയിട്ടുള്ള എൻജോയ്മെൻറ്റുകളുണ്ട്. മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് ബോയ്സ് ആൻഡ് ഫെൽ ഇൻ ലവ് വിത്ത് ഗേൾസ് അല്ലേ, ഫ്രണ്ട്ഷിപ്പ് ബോയ്സ് ആയിട്ടുള്ളതും ഗേൾസും ആയിട്ടുള്ള ലവും. റിയലൈസേഷൻ. There were bitter experience like hatred, fighting and punishment. എന്താണ്? There were bitter experience ആണ് അല്ലേ, ഒരു കയ്പുള്ള ഒരു അനുഭവം കൂടെ ഉണ്ട്. എങ്ങനെ? ഹേറ്റഡ് വെറുപ്പ്, ഫൈറ്റിംഗ് പരസ്പരമുള്ള ഫൈറ്റിങ്, പണിഷ്മെൻറ്റ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കയ്പറിഞ്ഞിട്ടുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് സ്കൂൾ ലൈഫിൽ നിന്നും കിട്ടുന്നുണ്ട് അല്ലേ. ആൻഡ് എൽഡർലി മാൻ ക്രോസിങ് ദ റോഡ് അല്ലേ, പ്രായമായിട്ടുള്ളൊരു മനുഷ്യൻ റോഡ് ക്രോസ് ചെയ്യുക, അവിടെ എന്തൊക്കെ വരും? കൺഫ്യൂസ്ഡ് ആണ് അല്ലേ, ആകെ കൺഫ്യൂഷനാണ് ഇതൊക്കെ പാടെ കണ്ടിട്ട്. ആൻഡ് ഫ്രസ്ട്രേഷൻ, നിരാശയാണ്. ഓൾഡ് മാൻ സീക്കിംഗ് ഹെൽപ്പ് ടു ക്രോസ് ദ ബിസി റോഡ് അല്ലേ, അത് ഒരു ഓൾഡ് മാനായിട്ട് ബിസി റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്, നിരാശയോട് കൂടിയിട്ടും ഫ്രസ്ട്രേഷനോട് കൂടിയിട്ടും എല്ലാം വെയിറ്റ് ചെയ്യാണ് അദ്ദേഹം. സോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലോട്ട് ആഡ് ചെയ്യാനുള്ളത്. ഇനിയും നമ്മൾ പഠിച്ച പാട്ടിൽ നിന്ന് പല വേർഡ്സുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ലെറ്റ്സ് റിക്കോൾ ആൻഡ് റിക്രിയേറ്റ് അല്ലേ. അതിൽ ആക്ടിവിറ്റി 1 നോക്കാം. റീവിസിറ്റ് ദ സ്റ്റോറി ഹാഫ് എ ഡേ ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ് ക്യാരക്ടേഴ്സ് മാപ്പ് ഓഫ് ദ നരേറ്റർ അല്ലെ, ക്യാരക്ടർ മാപ്പ് ചെയ്യാം അല്ലേ, ക്യാരക്ടർ മാപ്പ് ഓഫ് ദ നരേറ്റർ ആണ് ഇനി അടുത്തത് നോക്കാം. പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് അല്ലേ, പേഴ്സണാലിറ്റി ആണ് അല്ലേ, ക്യാരക്ടറിൻ്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് കാണുന്നത് നോക്കാം. Bold to challenge his father, asking why school. The reluctant to go to the school, considered tearing him away from the intimacy of home, afraid that he would be punished at school. എന്താണ്? വളരെ ധൈര്യവാനായിട്ട്, വളരെ ധൈര്യത്തോടു കൂടിയിട്ട്, ചലഞ്ചായിട്ട്, ധൈര്യത്തോടു കൂടിയിട്ട് അല്ലേ, ആത്മധൈര്യത്തോടു കൂടിയിട്ട് അച്ഛനോട് ചോദിക്കുകയാണ് വൈ സ്കൂൾ, എന്തിനാണ് സ്കൂൾ എന്ന് ചോദിക്കുന്നുണ്ട്. റിലക്വന്റ് ഗോ ടു ദ സ്കൂൾ, സ്കൂളിലോട്ട് പോകാനുള്ള ഒരു മടിയോട് കൂടിയിട്ട്. കൺസിഡേർഡ്, എങ്ങനെയാണ് അതിനെ കാണുന്നത്? ടിയർ ഹിം അവേ ഫ്രം ദ ഇൻറ്റിമസി ഓഫ് ഹോം അല്ലേ, വീട്ടിലുമായിട്ട് വളരെ സ്നേഹത്തിൽ നിൽക്കുന്ന ആ വ്യക്തിയെ അവിടെ നിന്നും എടുത്തുകൊണ്ട് പോവാണ്. അഫ്രേഡ് ദാറ്റ് ഹി വുഡ് ബി പണിഷ്ഡ് അറ്റ് സ്കൂൾ, എന്തുകൊണ്ട് പേടിക്കുന്നുണ്ട്? സ്കൂളിൽ നിന്നും ശിക്ഷകൾ കിട്ടുമെന്നുള്ള ഒരു പേടിയുണ്ട്. ഇതാണ് ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ആയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിൽ കാണാൻ കഴിയുന്നത്. ഓക്കെ, അനാലിസിസ് ഓഫ് എക്സ്പ്രഷൻ ആൻഡ് റിമാർക്സ് ബൈ ദ ഓതർ ആൻഡ് അതർ ക്യാരക്ടേഴ്സ് നോക്കാം. ഇനീഷ്യലി ഹി ഡസൻ ലൈക്ക് ഗോ ടു ദ സ്കൂൾ അല്ലേ, തുടക്കത്തിൽ അവന് സ്കൂളിൽ പോകാൻ താല്പര്യമില്ല. കാരണം ഫിയറിങ് ദാറ്റ് ഹി വുഡ് ബി പണിഷ്ഡ് അറ്റ് സ്കൂൾ അല്ലേ, സ്കൂളിൽ നിന്നും പണിഷ്മെന്റ് കിട്ടുമെന്നുള്ള പേടി കാരണം. ലേറ്റർ, പിന്നീട്, ഹിസ് ഇംപ്രഷൻ അബൌട്ട് സ്കൂൾ ചേഞ്ചസ്, അവൻ്റെ സ്കൂളിനോടുള്ള ധാരണകളൊക്കെ മാറി. ഹിസ് സേസ് I had never imagined school would have these rich varieties അല്ലേ, ഇത്രയും റിച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുള്ള ഒരു പ്ലേസ് ആണെന്ന് സ്കൂൾ എന്ന് അവൻ ഒരിക്കലും ചിന്തിച്ചില്ല അല്ലേ. ആ ഒരു ചേഞ്ച്, ആ ഒരു മാറ്റമാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഫിസിക്കൽ അപ്പിയറൻസ്. ഓക്കെ, നോക്കാം എന്തൊക്കെയാണ് ഫിസിക്കൽ അപ്പിയറൻസ്. A small boy in new green school uniform, black shoes, red turban, afraid to go to the school and plead with his father not send him to the school. ഇത്രയുമാണ് ഒരു ഫിസിക്കൽ അപ്പിയറൻസ് കാണുന്നത് അല്ലേ. ഒരു ചെറിയ ആൺകുട്ടി പുതിയ യൂണിഫോമും ബ്ലാക്ക് ഷൂവും ഒരു റെഡ് തൊപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്, സ്കൂളിലോട്ട് പോകാൻ പേടിയുണ്ട്. അതുപോലെ അച്ഛനോട് അവൻ എന്ത് ചെയ്യുന്നുണ്ട്? അപേക്ഷിക്കുന്നുണ്ട്, എന്നെ സ്കൂളിലോട്ട് കൊണ്ടുപോയി വിടരുത് എന്ന് അച്ഛനോട് അപേക്ഷിക്കുന്നുണ്ട്. റോൾ ഇൻ ദ സ്റ്റോറി അല്ലേ, റോൾ എന്താണെന്ന് നോക്കാം. ദ നരേറ്റർ ഇസ് ദ പ്രൊട്ടഗണിസ്റ്റ് ഓഫ് ദ സ്റ്റോറി അല്ലേ. എന്താണ്, ആരാണ് ഇത് പ്രൊട്ടഗണിസ്റ്റ് എന്ന് പറയുന്നത്? നരേറ്റർ ആണ് അല്ലേ, മെയിൻ ക്യാരക്ടർ, ഹീറോ, അതിനാണ് അത് പറയാം കേട്ടോ, നമ്മുടെ നരേറ്റർ ആണ്. ദ സ്റ്റോറി അൺഫോൾഡ് ദ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ലൈഫ് ആൻഡ് നരേറ്റർ, ഇതാണ് ആ സ്റ്റോറിയുടെ തീം എന്ന് പറയുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ, നരേറ്ററുടെ ലൈഫിൻ്റെ ഡിഫറെൻറ്റ് കാലഘട്ടത്തെയാണ് ഈ സ്റ്റോറിയിലൂടെ കാണിച്ചു തരുന്നത്. ഏതൊക്കെയാണ് കാലഘട്ടങ്ങൾ?
ഇന്നസെൻസ് ആയിട്ടുള്ള കാലഘട്ടം, അതുപോലെ ഗ്രോത്ത് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്ന കാലഘട്ടവും ഹെൽപ്ലെസ് ആയിട്ടുള്ള ഓൾഡ് ഏജ് ആയിട്ടുള്ള ഈ 3 കാലഘട്ടവും നരേറ്ററിൻ്റെ ലൈഫിലൂടെ പോകുന്നതാണ് ഈ ഒരു ഇതിൽ കാണിക്കുന്ന നരേറ്ററിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെയും ലൈഫാണ് അല്ലേ, ഇത് നമ്മളും കൂടിയാണ് അല്ലേ, നമ്മുടെ ലൈഫിലൂടെയും പോകുന്ന ഈ 3 കാലഘട്ടമാണ് നരേറ്റർ ഈ ഒരു സ്റ്റോറിയിൽ കാണിച്ചു തന്നിട്ടുള്ളത്. നരേറ്ററാണ് ഇതിൻ്റെ മെയിൻ പ്രൊട്ടഗനിസ്റ്റ് എന്ന് പറയുന്നത്. റിയലൈസേഷൻ അല്ലേ, ഒരു തിരിച്ചറിവ് ഇതിലൂടെ വേറെ ഒന്നും ഉണ്ടാവുന്നുണ്ട്. എന്താണ്? ഹി റിയലൈസ്ഡ് ദാറ്റ് ലൈഫ് വാസ് നോട്ട് സ്വീറ്റ് ആസ് ഹി തോട്ട്. അല്ലേ, ഒരു കാര്യം അധികം മനസ്സിലായില്ല, അവൻ ചിന്തിച്ച അത്രത്തോളം മധുരമുള്ളതല്ല ജീവിതം. There were dust-laden winds, അല്ലേ, പൊടിക്കാറ്റുകൾ ഉണ്ടാവും, അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻസ്, അല്ലേ, പ്രതീക്ഷിക്കാത്ത അപകടങ്ങൾ, ഹേറ്റഡ് വെറുപ്പ്, ഫൈറ്റിംഗ് ഉണ്ടാവും, അല്ലേ, അടി ഉണ്ടാവും, ആൻഡ് ദ പണിഷ്മെന്റ് ഇൻ ദ കോഴ്സ് ഓഫ് ലൈഫ്, അല്ലേ, പണിഷ്മെന്റ് ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും അല്ലേ. He become confused and frustrated and helpless by the end of the story. അല്ലേ, കൺഫ്യൂഷൻസും ലൈഫിലാകെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്, ഫ്രസ്ട്രേറ്റഡ്, നിരാശയോട് കൂടിയിട്ട് ആ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു തിരിച്ചറിവും കൂടെ ഉണ്ട്. മധുരമുള്ളത് മാത്രമല്ല ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ പ്രിപ്പയർ ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ നരേറ്റർ. അല്ലെ, നരേറ്ററുടെ ഒരു ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാക്കാം. അല്ലെ, ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത്. ഫസ്റ്റ് എന്ത് വേണം? ഒരു ഇൻട്രൊഡക്ഷൻ വേണം. ക്യാരക്ടർ സ്കെച്ചിന് ഇങ്ങനെ നമ്മളിങ്ങനെ എക്സാമിന് എഴുതുമ്പോൾ ഇൻട്രൊഡക്ഷൻ അങ്ങനെ കൊടുക്കരുത് കേട്ടോ. ഇത് ഞാൻ ഇവിടെ എഴുതി വെച്ചതാണ്. ഫസ്റ്റ് കൊടുത്തത് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഫസ്റ്റ് ഒരു ക്യാരക്ടർ സ്കെച്ച് നമ്മൾ കൊടുക്കുമ്പോൾ അതിനെന്തുണ്ടാവണം? ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം. എന്താണ് നമ്മുടെ ഇവിടുത്തെ ഇൻട്രൊഡക്ഷൻ നോക്കാം. The story half a day beautifully unfolded the different phases of human life. അല്ലേ, ഒരു മനുഷ്യൻ്റെ ഡിഫറെൻറ്റ് ഫേസസ്, ഡിഫറെൻറ്റ് കാലഘട്ടങ്ങളെയാണ് വളരെ മനോഹരമായിട്ട് ഈ സ്റ്റോറിയിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ളത്. ദ നരേറ്റർ ഡിസ്ക്രൈബ് ഹൗ ഫാസ്റ്റ് ചേഞ്ചസ് occur the course of man's life. The narrator is the protagonist of the story half a day. അല്ലേ, നരേറ്റർ എന്ത് കാണിച്ചിട്ടുണ്ട്? ഒരു മനുഷ്യൻ്റെ ലൈഫിൽ എത്ര പെട്ടെന്നാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്നും അതുപോലെ നരേറ്ററാണ് ഈ സ്റ്റോറിയിൽ പ്രൊട്ടഗോണിസ്റ്റ് എന്നും പറയുന്നത്. ഇതെന്താണ്? ഒരു ഇൻട്രൊഡക്ഷനാണ്. ആ സ്റ്റോറിയെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ. ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ വേണം എന്ത് ക്യാരക്ടർ സ്കെച്ച് ഫസ്റ്റ് കൊടുക്കുമ്പോൾ. അല്ല നേരിട്ട് പോയിട്ട് ആ ക്യാരക്ടറിനെ കുറിച്ച് വിവരിക്കാൻ പോവരുത്. ഓക്കെ, ഇതിനടുത്തത് ക്യാരക്ടർ ട്രൈറ്റ്സ് എന്ന് പറയുന്ന രണ്ടാമത്തെ പാരഗ്രാഫാണ്. ഓക്കെ, ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വേണം, ദെൻ ക്യാരക്ടർ ട്രൈറ്റ്സ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു പാരഗ്രാഫ്. ഇതിലാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ ഫുള്ള്, ആ ക്യാരക്ടറിന്റെ ഫുൾ കാര്യങ്ങൾ ഇതിലാണ് വരിക. നോക്കാം. He is a small boy going to school wearing new clothes with his father on the first day at school. അല്ലേ, നമ്മൾ എങ്ങനെയാണ് ബോയ് ആദ്യം കാണുന്നത്? ഒരു ചെറിയ കുട്ടിയായിട്ട് അച്ഛൻ്റെ കൂടെ സ്കൂളിലോട്ട് പോകുന്ന പുതിയ ഡ്രസ്സും പുതിയ യൂണിഫോം ഒക്കെ ധരിച്ച ഒരു കുട്ടിയായിട്ടാണ് കാണുന്നത്. ഹി ഈസ് വിയറിങ് ഗ്രീൻ യൂണിഫോം, ബ്ലാക്ക് ഷൂ ആൻഡ് ദ റെഡ് ടോർ ബുഷ്. അല്ലേ, ഒരു പച്ച യൂണിഫോമും ബ്ലാക്ക് ഷൂവും ഒരു റെഡ് തൊപ്പിയും ഇട്ടിട്ടുണ്ട്. ദോ ഹീസ് ഹാപ്പി ടു വിയർ ന്യൂ ക്ലോത്ത്സ്. അവൻ എന്താണ്? അവന് പുതിയ ഡ്രസ്സ് ഇടുന്നതിൽ അവന് ഹാപ്പി ആണ്. ഹീസ് റിലക്റ്റന്റ് ഗോ ടു ദ സ്കൂൾ ആസ് ഹീസ് അഫ്രൈഡ് ദാറ്റ് ഹി വുഡ് ബി പണിഷ്ഡ് അറ്റ് ദ സ്കൂൾ. അല്ലേ, അവൻ്റെ ഫീലിങ്സ് മിക്സഡ് ആണ്. അല്ലേ, അവന് പുതിയ ഡ്രസ്സ് കിട്ടിയാൽ ഹാപ്പി ആണെങ്കിൽ പോലും സ്കൂളിൽ പോകാൻ മടിയാണ്. കാരണം അവിടെ നിന്നും അവന് പണിഷ്മെന്റ് കിട്ടുമോ എന്നുള്ള ഒരു ഫിയർ ആണ് അതിനുള്ള കാരണം. ഓക്കെ, ഹി ആസ്ക് ഹിസ് ഫാദർ വൈ സ്കൂൾ. അവൻ്റെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് സ്കൂൾ, എന്തിന് ഞാൻ സ്കൂളിൽ പോകണം എന്നാണ് ചോദ്യം. അല്ലേ, ഐ ഷാൽ നെവർ ഡു എനിത്തിങ് ടു അനോ യു. അല്ലേ, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം ചെയ്തിട്ടില്ല. ദെൻ വൈ സ്കൂൾ, എന്തിനാണ് സ്കൂൾ? അല്ലേ, ബട്ട് ഹിസ് ഫാദർ insist him to go to the school to make him a useful person. പക്ഷെ ഫാദർ എന്ത് പറയുന്നുണ്ട്? സ്കൂളിലോട്ട് പോകുന്നത് ഒരു പണിഷ്മെന്റിനൊന്നല്ലല്ലോ. എന്തിനാണ്? നിന്നെ ഒരു നല്ല വ്യക്തിയായിട്ട്, ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വ്യക്തിയാക്കിയിട്ട് വളർത്താനാണെന്നാണ് അച്ഛൻ പറയുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ക്യാരക്ടർ സ്കെച്ചിലെ സെക്കൻഡ് പാരഗ്രാഫ്. ദെൻ ക്യാരക്ടർ ഡെവലപ്മെന്റ്. അല്ലേ, ആ ക്യാരക്ടറിന് ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുന്നുണ്ടാവും. അല്ലേ, തുടക്കത്തിൽ വരുന്നതിൽ ഒരു മാറ്റം ഇങ്ങനെ ക്യാരക്ടർ സ്കെച്ചിൽ വരും. അപ്പോൾ അത് അങ്ങനെ തന്നെ കൊടുക്കണം. അല്ലെ, ആദ്യം പോയിട്ട് നിങ്ങൾ ക്യാരക്ടേഴ്സ് ഓൾഡ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അല്ലേ, അപ്പോൾ ആദ്യം ചൈൽഡ് കാണിച്ചു, ഇനി അതിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ചിന്റെ ഡെവലപ്മെന്റ് കാണിക്കാം. When he reaches the school, he started linking a rich variety of school, the games, music, friendship, play, love and learning. അല്ലേ,
സ്കൂളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവൻ ആ റിച്ച് വെറൈറ്റിയുമായിട്ട് എന്തായി, അവന് ലിങ്കായി മാറി അല്ലേ. എന്തൊക്കെയാണ് റിച്ച് വെറൈറ്റീസ് ഉണ്ടായതെന്ന് പറഞ്ഞ്, ഗെയിം ഉണ്ട്, മ്യൂസിക് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, പ്ലേ, ലവ് ആൻഡ് ലേണിംഗ് അല്ലേ, പഠനം, ഇതൊക്കെ അവൻ എന്തായി, ലിങ്കായി അല്ലേ. ഹി നോട്ടീസ് ദാറ്റ് ദർ ആർ നോട്ട് ഓൺലി ഫൺ, അവൻ ഒരു കാര്യം മനസ്സിലായി, അവിടെ തമാശ മാത്രമല്ല ഉള്ളത്, ബട്ട് ഓൾസോ ലാഡ് ആൻഡ് വീൻസ്, അൺഎക്സ്പെക്റ്റഡ് ആക്സിഡന്റ്, ഹേറ്റഡ്, ഫൈറ്റിംഗ്, ഈവൻ പണിഷ്മെന്റ് അല്ലേ. ഒരു കാര്യം അവന് മനസ്സിലായി, അവിടെ തമാശ മാത്രമൊന്നല്ല, സ്വീറ്റ് മാത്രമല്ല ഉള്ളത്, അവിടെ എന്തുണ്ട്, പൊടിക്കാറ്റുകളും പ്രതീക്ഷിക്കാത്ത ആക്സിഡൻസുകളും വെറുപ്പും ദേഷ്യവും മത്സരവും പണിഷ്മെന്റും ഇതെല്ലാം അവിടെ ഉണ്ട്. ഓക്കെ, ഇനി ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ഇത്രയും എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് നിങ്ങളുടെ ഒരു അഭിപ്രായം പറയണം, അതും കൂടെ വേണം കേട്ടോ. ഇനി മൈ ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ട് ഇതവിടെ നിങ്ങളിങ്ങനെ മൈ ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ട് എഴുതരുത്, ഓരോ പാരഗ്രാഫ് ആക്കിയിട്ടാണ് ഇത് എഴുതേണ്ടത് കേട്ടോ. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കാണിച്ചു, ദെൻ ക്യാരക്ടറിൻ്റെ ഒരു ട്രൈറ്റ്സ് കാണിച്ചു, പിന്നെ ഒരു ക്യാരക്ടറിൻ്റെ ഡെവലപ്മെന്റ്സ് കാണിച്ചു, ദെൻ ഒരു ഒപ്പീനിയൻ, ലാസ്റ്റ് ഒരു പാരഗ്രാഫ് ആയിട്ട് ഒരു ഒപ്പീനിയൻ കാണിക്കുകയാണ്. ദ നെയിം ഓഫ് ദ നരേറ്റർ ആൻഡ് ദ ലോക്കൽസ് ആർ നോട്ട് മെൻഷൻഡ് ഇൻ ദ സ്റ്റോറി അല്ലേ. അതിൻ്റെ ഒരു പ്ലേസോ നരേറ്ററുടെ പേരോ ഈ സ്റ്റോറിയിൽ ഇവിടെ ഈ കഥയിൽ എവിടെയും കാണിച്ചിട്ടില്ല. because he is a representative of every human being in the world and the local can be anywhere in the world അല്ലേ. കാരണം അദ്ദേഹം എന്താണ്, ഓരോരുത്തരെയും റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ വേൾഡിൽ ഓരോ വ്യക്തിയെയും അദ്ദേഹം റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അദ്ദേഹം അതുപോലെ തന്നെ ആ പ്ലേസും ഓരോ പ്ലേസും റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്ലേസോ സ്ഥലമോ അല്ലെങ്കിൽ ആ ഒരു ഇതോ ഒന്നും തന്നെ ആ കുട്ടിയുടെ പേരോ സ്ഥലമോ ഒന്നും ഇവിടെ മെൻഷൻ ചെയ്യേണ്ടി വരുന്നില്ല. നരേറ്ററുടെ പേരോ ഒന്നും മെൻഷൻ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്, അത് നമ്മളിൽ ഓരോരുത്തരും ആയതുകൊണ്ടാണ് കേട്ടോ. ദെൻ ഒരു കൺക്ലൂഷൻ, ദെൻ ഒപ്പീനിയൻ പറഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഒരു ചെറിയ കൺക്ലൂഷൻ. ഇൻ ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി ദ നാരേറ്റർ ആസ് എ സ്മോൾ ബോയ് ഈസ് ടോട്ടലി ഡിപ്പെൻഡ് ഓൺ ഹിസ് ഫാദർ അല്ലേ. തുടക്കത്തിൽ അച്ഛനെ പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കുട്ടിയായിട്ടാണ് തുടക്കത്തിൽ കാണുന്നത്. ഗ്രാജുവലി പതുക്കെ പതുക്കെ ഹി ബിക്കം മെച്ചുറായി അല്ലേ, അധികം മെച്ചുറായി മാറി, മെച്യൂരിറ്റി വന്നു അല്ലേ, വളർന്നു. ആൻഡ് അക്സെപ്റ്റ് ദ റിയാലിറ്റീസ് ഓഫ് ലൈഫ് അല്ലേ, ലൈഫിൻ്റെ റിയാലിറ്റീസ് എന്ത് ചെയ്തു, ഉൾക്കൊണ്ടു. ഹിസ് ആറ്റിറ്റ്യൂഡ് ചേഞ്ചസ് ഫ്രം ദ ഡിപ്പെൻഡൻസ് ടു സെൽഫ് റിയലൈസ് അല്ലേ. ഞാൻ ഒറ്റക്ക് നടന്നു പോവാം എന്നുള്ളൊരു തീരുമാനത്തിലൂടെ എന്തായി, ഡിപ്പെൻഡിങ് ക്യാരക്ടറുമായി സ്വന്തം കാര്യം നിൽക്കാൻ അല്ലേ, സ്വയം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനുള്ളൊരു തീരുമാനമെടുത്തു. എഗെയിൻ ടു ഡിപ്പെൻസ്, ലാസ്റ്റ് വീണ്ടും എന്ത് ചെയ്തു, മുത്തശ്ശനായി മാറിയപ്പോൾ വീണ്ടും എന്തായി, ഡിപ്പെൻഡായി അല്ലേ. മനുഷ്യരിങ്ങനെ തന്നെയാണ് അല്ലേ, കുട്ടിയാകുമ്പോൾ ഡിപ്പെൻഡ് ചെയ്തു, ദെൻ നമ്മളെന്ത് ചെയ്യും, കുറച്ച് കാലം പിന്നെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കും, സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കും, വീണ്ടും വയസ്സാകുമ്പോൾ വീണ്ടും ഡിപ്പെൻഡ് ആവും. ഓക്കെ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു കൺക്ലൂഷനും കൊടുക്കുമ്പോൾ അടിപൊളിയായിട്ട് ഒരു ക്യാരക്ടർ സ്കെച്ച് നമുക്ക് കയ്യിൽ കിട്ടും. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 2. In the story, half a day, the narrator recalls the memories of his first day at the school. Do you remember your first day at the school? Narrate your experience of school. അല്ലേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മക്കളെ, നിങ്ങളുടെ ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ്. ഇത് നരേറ്ററുടെ ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ് ആണ് ഇത് തുടങ്ങുന്നത് അല്ലേ, ഈ കഥ തുടങ്ങുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പോയ ഫസ്റ്റ് ഡേ അല്ലേ, ആകെ കരച്ചിലും ബഹളമൊക്കെ ആയിട്ടുള്ള ആ ഫസ്റ്റ് ഡേ നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതെവിടെ എഴുതി വെക്കാം. ഓക്കെ, നോക്കാം. മൈ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ അല്ലേ. നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് എഴുതിയെടുക്കണം കേട്ടോ. അതിനുശേഷം വേണം നിങ്ങൾ എൻ്റെ കൂടെ ഈ വോയിസ് ആയിട്ട് ഇത് കേൾക്കാൻ ക്ലാസ്. ഓക്കെ, ഐ സ്റ്റിൽ റിമെമ്പർ മൈ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ അല്ലേ. ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെ സ്കൂളിലോട്ട് പോയിട്ടുള്ള ആദ്യ ദിനം. നമ്മളെല്ലാവരും ഓർത്തു വെക്കാറില്ലേ. അപ്പോൾ ചില ആളുകളൊക്കെ മറന്നു പോയിട്ടുണ്ടാവും, ചില ആളുകൾ അപ്പോഴും ഓർത്തു വെക്കും. അതുപോലെ അദ്ദേഹം ഞാനെന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് എഴുതുന്നത്. അപ്പം എന്താണ്, ഞാൻ ഇപ്പോഴും എൻ്റെ ഫസ്റ്റ് ഡേ ഓർത്ത് വെക്കുന്നുണ്ട്. ലൈക്ക് ദ നരേറ്റർ ഓഫ് ദ സ്റ്റോറി, ഹാഫ് എ ഡേ ഐ വാസ് ഓൾസോ ഹാപ്പി ടു വിയർ ന്യൂ ക്ലോത്ത്സ്, ഷൂസ് ആൻഡ് ടു ക്യാരി മൈ ന്യൂ ബാഗ് ആൻഡ് ദ കളർഫുൾ അംബർല അല്ലേ. ഈ കഥയിലെ നമ്മുടെ ഈ ഹാഫ് ഡേയിലെ നരേറ്റർ പോലെ തന്നെ ആയിരുന്നു ഞാനും. എനിക്കും വളരെ ഹാപ്പി ആയിരുന്നു. പുതിയ ഡ്രസ്സ്, പുതിയ ബാഗ്, പുതിയ ഡ്രസ്സ്, പുതിയ ബാഗ്, പുതിയ ബുക്ക് അല്ലേ. അതുപോലെ തന്നെ എന്താണ്, വളരെ കളർഫുൾ ആയിട്ടുള്ള അംബർല അല്ലേ. നമുക്ക് മഴക്കാലമായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, അതും കൂടെ ഉണ്ടാവും. നരേറ്റർ അത് പറഞ്ഞിട്ടില്ല അല്ലേ, പക്ഷെ നമ്മൾ എന്തായാലും അത് പറയും. ജൂൺ കാലത്ത് മഴക്കാലത്ത് ആ കുട ചൂടിയിട്ട് പോകുന്ന ആ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ. സോ
ഐ വാസ് ടേക്കൺ ടു സ്കൂൾ ബൈ മൈ മോം അല്ലേ. നരേറ്റർ അച്ഛൻ്റെ കൂടെയാണെങ്കിൽ എന്നെ ആരാ കൊണ്ടുപോയിട്ടുള്ളത്? എന്നെ സ്കൂളിലോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അമ്മയാണ്. ഷീ കെയിം ടു മൈ ക്ലാസ്, എന്നിട്ട് അമ്മ ക്ലാസ്സിലോട്ട് കയറി വന്നു. ടോക്ക് ടു മൈ ടീച്ചർ ആൻഡ് ടോൾഡ് മീ, അമ്മയോട് ടീച്ചറോട് സംസാരിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? എന്നോട് എന്ത് പറഞ്ഞു? ഐ വിൽ വെയിറ്റ് ഔട്ട് സൈഡ് അല്ലേ, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. ഓക്കെ. ഐ വാസ് ഫുൾ ഓഫ് ടീയേഴ്സ് ആൻഡ് ഫെൽ ദാറ്റ് മൈ ഹേർട്ട് വുഡ് ബ്രേക്ക് അല്ലേ. എൻ്റെ ഹൃദയമൊക്കെ ഇങ്ങനെ എന്ത് ചെയ്ത് ബ്രേക്കായില്ലേ, ഹൃദയം പൊട്ടി. എൻ്റെ കണ്ണിലൊക്കെ ഫുള്ള് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. Every now and then I looked out through the window to see if my mother was there. I was afraid that she would leave me in the class and go അല്ലേ. ഇത് നമ്മുടെ സ്ഥിര ഏർപ്പാടല്ലേ. നമ്മൾ ക്ലാസ്സിലൊക്കെ കാണാം, നമ്മൾ എന്ത് ചെയ്യും, ഓരോ ടൈമിലും നമ്മൾ നോക്കും, ജനലിലൂടെ നോക്കും, അമ്മ പറഞ്ഞ പോലെ അവിടെ നിൽക്കുന്നുണ്ടോ, അത് നമ്മളെ പറ്റിച്ച് പോയിട്ടുണ്ടോ അല്ലേ. ടെൻഷനാണ് അല്ലേ, നമ്മളെ പറ്റിച്ച് വീട്ടിലോട്ട് പോയോ, അത് നമ്മളവിടെ കാത്തു നിൽക്കുന്നുണ്ടോ എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ടൈം നമ്മൾ ജനലിൻ്റെ ഉള്ളിലൂടെ നമ്മൾ പുറത്തോട്ട് നോക്കും. കാരണം അമ്മ നമ്മളെ വിട്ട് പോയോ എന്നുള്ളൊരു ടെൻഷൻ കാരണം. ബട്ട് വെൻ ദ ബെൽ റാങ്, ബെല്ലടിച്ചപ്പോൾ ഐ റൺ ഔട്ട് സൈഡ്, ഞാൻ പുറത്തോട്ട് ഓടി. ആൻഡ് ഫൗണ്ട് മൈ മോം വെയിറ്റിംഗ് ദർ. ഐ ഫെൽറ്റ് ഗ്രേറ്റ്ലി റിലീവ്ഡ് അല്ലേ. അമ്മ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. ഞാൻ പുറത്തോട്ട് ഇറങ്ങി ഓടിപ്പോയി നോക്കിയപ്പോൾ എന്താണ്, എൻ്റെ അമ്മ അവിടെ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കൊരു മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വലിയ ഒരു ടെൻഷൻ, റിലാക്സേഷനാണ് ആ ടൈമിൽ കിട്ടിയത്. ക്ലിയർ? ആക്ടിവിറ്റി 3, ഡ്രൈ യുവർ ടീയേഴ്സ് ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി അല്ലേ. നിങ്ങളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ജീവിതത്തെ വരവേൽക്കൂ എന്നാണ് പറയുന്നത്. സെഡ് ദ വുമൺ ദീസ് വേർഡ്സ് കംഫർട്ടബിൾ ദ നരേറ്റർ വാട്ട് വുഡ് ബി ലൈക്ക് ടു കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ വുമൺ അല്ലേ. ഇത് പറഞ്ഞപ്പോൾ ആ കുട്ടിക്കൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ വുമണും നമ്മുടെ ബോയും തമ്മിലൊരു ചെറിയൊരു കോൺവെർസേഷൻ കൊടുത്താലോ. നമ്മുടെ ബോയ് ഇങ്ങനെ കരഞ്ഞു നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ആ വുമൺ വന്നിട്ട് നമ്മുടെ ബോയോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. നോക്കാം. ഫസ്റ്റ് വൺ, വുമൺ. വൈ ആർ യു ക്രൈയിങ് മൈ ബോയ്? വൈ ആർ യു ക്രൈയിങ്? നീ എന്തിനാണ് കരയുന്നത് അല്ലേ. വൈ ആർ യു ക്രൈയിങ് മൈ ബോയ്? അപ്പോൾ ബോയ് പറയാണ്, ഐ ഡോണ്ട് വാണ്ട് ടു സിറ്റ് ഹിയർ, ഐ വാണ്ട് ടു ഗോ ടു ഹോം അല്ലേ. എനിക്കിവിടെ നിൽക്കേണ്ട, ഐ വാണ്ട് ടു ഗോ ഹോം അല്ലേ, എനിക്ക് വീട്ടിലോട്ട് പോകണം. ദെൻ വുമൺ പറയാണ്, ഡോണ്ട് വറി, ദിസ് ഈസ് യുവർ ന്യൂ ഹോം. ഡോണ്ട് വറി, നീ ടെൻഷനൊന്നും അടിക്കണ്ട, ഡോണ്ട് വറി അല്ലേ, സാരല്ല, ഇതെന്താണ്, നിൻ്റെ പുതിയ വീടാണ്. ഓക്കെ. ബോയ്, ഓക്കെ ബട്ട് ഐ വാണ്ട് ടു സീ മൈ ഫാദർ ആൻഡ് മദർ. ഓക്കെ ആണ്, സമ്മതിച്ചു, പക്ഷെ എന്താണ്, എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയെയും കാണണം. വുമൺ, സി ഹിയർ ടു ദർ ആർ മദേഴ്സ് ആൻഡ് ഫാദേഴ്സ്. നീ നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ, ഇവിടെയും ഉണ്ട് നിനക്ക് ഒരുപാട് അച്ഛന്മാരും അമ്മമാരും. Boy, I don't know anyone here. I have no friends here. I don't know anyone here. എനിക്കിവിടെ ആരെയും അറിയില്ല അല്ലേ, എനിക്കിവിടെ ഒരു ഫ്രണ്ട്സും ഇല്ല എന്നാണ് പറയുന്നത് കേട്ടോ. വുമൺ, യു വിൽ മേക്ക് ഫ്രണ്ട്സ് സൂൺ. ദർ ആർ എ ലോട്ട് ഓഫ് എൻജോയ്മെൻറ്റ് ആൻഡ് ഫൺ ഇൻ ദ സ്കൂൾ അല്ലേ. നിനക്ക് പെട്ടെന്ന് തന്നെ എന്താവും, ഒരുപാട് ഫ്രണ്ട്സൊക്കെ വരും. ഇവിടെ നിനക്ക് ഒരുപാട് സന്തോഷത്തിനും ഒരുപാട് തമാശകളൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുടെ സന്തോഷിക്കാനും രസിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സ്കൂളിലുണ്ട്. ബോയ്, റിയലി? സത്യമായിട്ടും ചോദിക്കുകയാണല്ലേ, അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ്. കച്ചിലൊക്കെ ഒന്ന് നിന്നിട്ടുണ്ടാവും, എന്നിട്ട് ചോദിക്കുകയാണ്, റിയലി? സത്യമായിട്ടും അല്ലേ. ക്യാൻ ഐ പ്ലേ ഗെയിംസ് ഹിയർ? എനിക്കിവിടെ ഗെയിമൊക്കെ കളിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. വുമൺ, വൈ നോട്ട്? എന്തുകൊണ്ട് അല്ലേ, എന്തുകൊണ്ട് കളിച്ചൂടാ, ഷുവറായിട്ടും കളിക്കാം എന്നുള്ളൊരു ഇതിലാട്ടോ. വൈ നോട്ട്? ഡ്രൈ യുവർ ടീയേഴ്സ് ആൻഡ് ബി ഹാപ്പി. നിന്റെ കണ്ണുകൾ തുടക്കൂ, എന്നിട്ട് നീ ഹാപ്പി ആയിട്ട് ഇരിക്കൂ എന്നാണ് പറയുന്നത്. ബോയ് പറയാണ്, താങ്ക് യു മാം. താങ്ക് യു, അപ്പോൾ റിലാക്സേഷൻ ആയല്ലേ. അപ്പോൾ എന്ത് പറയാണ്, താങ്ക് യു മാം എന്ന് പറയാണ് അല്ലേ. സിമ്പിളായിട്ടുള്ള കോൺവെർസേഷൻ ആണ് കേട്ടോ. 1 or 2 വട്ടം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താവും, പെട്ടെന്ന് എഴുതാൻ കഴിയും. ഓക്കെ. സോ എന്തായി മക്കളെ, നമ്മുടെ ആക്ടിവിറ്റീസ് എന്തായിട്ടുണ്ട്, തീർന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ഹാഫ് എ ഡേ എന്ന് പറയുന്ന ഒരു ജേണി അല്ലേ, നമ്മുടെ ഒരു ലൈഫ് ജേണിയാണ്, നമ്മുടെ തന്നെ ലൈഫ് ജേണിയാണ് അല്ലേ. അത് നമ്മൾ ചെറിയ കുട്ടിയാവുന്ന ഒരു ചൈൽഡ്ഹുഡ് പ്രായം അല്ലേ, നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന പേടികളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ള, ഒന്നും അറിയാത്ത നിഷ്കളങ്കമായിട്ടുള്ള മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആ ഒരു പ്രായം അല്ലേ. അതിൽ നിന്നും ഒരു യൂത്ത് പ്രായമുണ്ട് അല്ലേ. എല്ലാ കാര്യങ്ങളും പഠിക്കണം, ഒരുപാട് കാര്യങ്ങൾ അറിയണം, ഒരു വളർച്ചയുടെയും ലേണിങ്ങിൻ്റെയും ആയിട്ടുള്ള സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് നമ്മളിങ്ങനെ
ഒറ്റക്ക് നിൽക്കുന്ന, ഒറ്റക്കാലിൽ നില നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു പ്രായം അല്ലേ, അതൊരു പ്രായം അല്ലേ. ദെൻ ഗ്രോത്ത് ആൻഡ് ലേണിങ്ങിൻ്റെ ഒരു പ്രായം, യൂത്ത് പ്രായം എന്ന് പറയും കേട്ടോ. അതിൽ നിന്നും നേരെ അടുത്ത ഏജിലോട്ട് പോവുകയാണ്. ഏതാണ്? ഓൾഡ് ഏജ്. വീണ്ടും ഡിപ്പെൻഡ് ആണ്, ഫ്രസ്ട്രേറ്റഡ് ആണ്, കൺഫ്യൂഷൻ ആണ് അല്ലേ. നമ്മൾ വയസ്സായവരൊന്നും ഓർത്താൽ മതി, അപ്പം നമുക്ക് കിട്ടും. ആ ഒരു പ്രായത്തിൽ നമ്മൾ വീണ്ടും എന്താണ്, ആ പഴയ ആ ചൈൽഡ്ഹുഡിൻ്റെ അതേ ഒരു പ്രായമാണ് അല്ലേ. ഇതിങ്ങനെ ഒരു റീസൈക്ലിംഗ് പോലെയാണ് ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ആ 3 ഫേസുകളും വളരെ മനോഹരമായിട്ട് നമ്മുടെ നരേറ്റർ ഈ ഒരു ചാപ്റ്ററിലൂടെ കാണിച്ചിട്ടുണ്ട്. സോ ചാപ്റ്റർ വളരെ മനോഹരമായിട്ട് നമ്മൾ തീർത്തിട്ടുണ്ട്. ക്ലാസ് എല്ലാവരും റിപ്പീറ്റ് ചെയ്ത് കാണുക, മീനിങ് ഒക്കെ എഴുതിയെടുത്ത് പഠിക്കുക, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ആക്ടിവിറ്റീസ് വളരെ വൃത്തിയായിട്ട് പഠിക്കുക, വളരെ വൃത്തിയായിട്ട് പഠിച്ച് നല്ല പോലെ എന്ത് ചെയ്യണം, എല്ലാവരും ഈ ചാപ്റ്റർ മനോഹരമായിട്ട് കവർ ചെയ്യണം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.